ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ രുചി വരുത്തുവാനായിട്ട് ഒരു ഇലയിടും. അത് കറിവേപ്പിലയാണ്. എന്നാൽ ആ രുചിയുള്ള കറിയോടൊപ്പം ആ ഇല ഒരിക്കലും ഭക്ഷിക്കില്ല. അത് ഉപയോഗം കഴിഞ്ഞ വ്യക്തിതാണ്. രുചി തന്നു കഴിഞ്ഞു. ഇനി ആ ഇലയുടെ ഇടമെന്ന് പറയുന്നത് ചവിട്ടുകൊട്ടയാണ്. കറിയിലെ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണോ നീ? ചില ബന്ധങ്ങൾ നീ ഒരുപാട് സ്നേഹത്തോടെ ഊട്ടി വളർത്തിയ ചില ബന്ധങ്ങളായിരിക്കും. പക്ഷെ ആ ബന്ധങ്ങളൊക്കെ നിന്നെ തകർത്തെറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് പോയിരിക്കാം. സ്വന്തം ഇഷ്ടങ്ങളെ മാത്രം നോക്കി ബന്ധങ്ങളെ കുരുതി കൊടുക്കുന്ന ചില മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട്, നമ്മൾ പതറിപ്പോയിട്ടുണ്ട്, നമ്മളുടെ ജീവിതം നിരാശയുടെ കൂപ്പുകുത്തി ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ചില മനുഷ്യരുണ്ട്. എന്നാൽ ഈ കൂട്ടർ എന്താ ചെയ്യുന്നത്? അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവർ നമ്മളെപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കും. ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന മനുഷ്യർ. പക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അങ്ങനെയല്ല. അവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. നമ്മുടെ കഷ്ടപ്പാടിലും സന്തോഷത്തിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. അവനെ മാത്രം നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കും. ഈ ഉപയോഗം കഴിഞ്ഞിട്ട് ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിക്കളയുന്ന മനുഷ്യരുടെ മുമ്പിൽ നിന്ന് പോയി നമ്മൾ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. വിനയത്തോടെ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് കർത്താവിന്റെ സന്നിധിയിൽ മാത്രമാണ്. കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ക്രിസ്തു നമ്മളുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ നീ തളർന്നു പോയൊരു വ്യക്തിയായിരിക്കാം, പതറിപ്പോയൊരു വ്യക്തിയായിരിക്കാം, ജീവിതം തകർന്നടിഞ്ഞു പോയൊരു വ്യക്തിയായിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യം പറയുകയാണ്, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവൻ ശക്തി പകരുകയും ചെയ്യും. നീ തനിച്ചല്ല സഹോദര സഹോദരി. നീ കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ബന്ധങ്ങൾ നിന്നെ വലിച്ചെറിഞ്ഞാലും, നീ തകർന്നു പോയാലും നിന്നെ കർത്താവ് കൈപിടിച്ചു കയറ്റും. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, തകർന്നു പോകേണ്ട ആവശ്യമില്ല. യേശു നിന്റെ കൂടെയുണ്ട്. നീ അവനെ മാത്രം ആശ്രയിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക. നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ ദുഃഖങ്ങളിൽ, നിന്റെ ദുരിതങ്ങളിൽ അവൻ നിന്റെ കൂടെ ഇരിക്കും. അവനോട് ചേർന്ന് നിൽക്കുക. ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.